ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു ജല്ല ശഅനുഹു നമുക്കേവർക്കും, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അതിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൗതികവും പാരത്രികവുമായ മുഴുവൻ അനുഗ്രഹങ്ങളും കൈവരിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ അല്ലാഹു മാപ്പാക്കി തരികയും മേലാൽ പാപരഹിതമായ ജീവിതം നയിക്കുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് കാലങ്ങളായി നമുക്ക് കേട്ട് ശീലമുള്ള പ്രയോഗമാണ്, കാര്യമാണ്. എല്ലാ ഖുത്ബകളിലും തുടക്കത്തിൽ ഖതീബുമാർ ആദ്യമായി പറയുന്ന അല്ലെങ്കിൽ ആദ്യമായി ഉണർത്തുന്ന കാര്യമാണ് തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയാറുണ്ടായിരുന്നു. തൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ആരംഭിച്ചിരുന്നത് ഖുതുബ മാത്രമല്ല, എല്ലാ പ്രഭാഷണങ്ങളും പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിലെ ഖുതുബകളും ആരംഭിച്ചിരുന്നത് ഈ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് കൊണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് എല്ലാ പ്രഭാഷകരും ആ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് കാര്യങ്ങൾ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണത്? സാധാരണഗതിയിൽ നാം മനസ്സിലാക്കുന്നത് അതൊരു ബർക്കത്തിന് വേണ്ടിയായിരിക്കും. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ചില മര്യാദകളുണ്ടാകും. അധ്യക്ഷനും അതേപോലെ ഉദ്ഘാടകൻ, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അവരെയൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കും സാധാരണഗതിയിൽ അധികം ആളുകളും പ്രസംഗം ആരംഭിക്കുക. എന്നതുപോലെ ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു ബർക്കത്തിന് വേണ്ടിയാണ്
ഈ തഖ്വ കൊണ്ടുള്ള വസിയത്ത് എന്നാണ് പലരും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഖുതുബകൾ ആരംഭിക്കുമ്പോൾ അധികം ആളുകളുടെയും മുഖം താഴോട്ടായിരിക്കും. ഖുതുബ അവതരിപ്പിക്കുന്ന, ഖുതുബ നടത്തുന്ന ആളുടെ മുഖത്തേക്ക് നാം നോക്കാറില്ല. കാരണം തുടങ്ങിയിട്ടില്ല, വിഷയം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇത് ധാരാളം നമ്മൾ കേട്ടതാണല്ലോ, ഇത് കുറേ കേട്ടതാണ്. ഊസിക്കും ഇബാദല്ലാഹ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നമ്മളിങ്ങനെ അവിടെ ചൊറിഞ്ഞും അല്ലാതെയും ഇരിക്കും. വിഷയത്തിലേക്ക് വരട്ടെ. അതൊരു ബർക്കത്തിന് തുടക്കമാണ്, നമ്മുടെ ധാരണയാണ്. വിഷയം തുടങ്ങിയിട്ടില്ല. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഖതീബ് അവറുകൾ, ഉസ്താദ് അവറുകൾ അല്ലെങ്കിൽ മൗലവി അവറുകൾ എന്തു ചെയ്യും? പ്രിയമുള്ളവരെ എന്ന് പറയുമ്പം എല്ലാവരും തല ഉയർത്തും. അതെ, വിഷയം തുടങ്ങാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനെ വെറും ഒരു ബർക്കത്തിന് വേണ്ടി ആരംഭിക്കുന്ന കാര്യമല്ല ഇത്. അങ്ങനെയുള്ളൊരു കാര്യമേ അല്ല. നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട, മറ്റൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിലും പ്രഭാഷണം ആരംഭിക്കുന്ന, ഖുതുബ ആരംഭിക്കുന്ന സമയത്ത് ഈ തഖ്വ കൊണ്ടുള്ള വസിയത്താണ് കാര്യമായിട്ടും നാം ശ്രദ്ധിക്കേണ്ടത്. ഉലമാക്കൾ പറയുന്നു, ഫുഖഹാക്കൾ പറയുന്നു, ഖുതുബയിൽ, ജുമുഅ ഖുതുബയിൽ നിർബന്ധമാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത് അഥവാ തഖ്വ കൊണ്ടുള്ള ഉത്ബോധനം. അത് പറയൽ മാത്രമല്ല, അത് കേൾക്കലും ഉൾക്കൊള്ളലും നിർബന്ധമാണ്. എങ്കിലേ ഖുതുബ ശരിയാവുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നിസ്സാരമായ ഒരു കാര്യമല്ല അത് വെറുതെ ബർക്കത്തിന് പറയുന്നതല്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ ആദ്യമായി പറയുന്ന ഈ തഖ്വ കൊണ്ടുള്ള വസിയത്ത് നാം ശ്രദ്ധിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. കാരണം തഖ്വ എന്ന് പറയുന്നത് വസിയത്തുല്ലാഹി ലിൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികൾക്കും പിൻഗാമികൾക്കും, ആദ്യ സമുദായത്തിനും ഇനിയിപ്പോഴുള്ളവർക്കും ഇനി വരാനിരിക്കുന്നവർക്കുമെല്ലാമുള്ള വസിയത്താൻ. അല്ലാഹു വ്യക്തമാക്കി, വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ് ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله. വലഖദ് വസ്സൈന, നാം വസിയത്ത് ചെയ്തിരിക്കുന്നു. എന്താ വസിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ? വസിയത്ത് ഒരു പിതാവ് തൻ്റെ ഭാര്യയോട്, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട്, ഒരു പിതാവ് തൻ്റെ മക്കളോട്, ഒരു ജ്യേഷ്ഠൻ തൻ്റെ അനിയന്മാരോട്, പ്രത്യേകിച്ചും മരണശയ്യയിൽ കിടക്കുമ്പോൾ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ വസിയത്ത് തൻ്റെ ധനത്തിൻ്റെ കാര്യത്തിൽ തൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ്. ഒരു കാരണവശാലും അനന്തരാവകാശികൾ വീഴ്ച വരുത്താതെ ചെയ്യേണ്ട ഗൗരവമുള്ള കാര്യമാണ് വസിയത്ത്. അല്ലാഹു പറയുന്നു, വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. മുമ്പ് കഴിഞ്ഞു പോയ വേദം നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കും ഞാൻ വസിയത്ത് ചെയ്യുന്നു, അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ തഖ്വയെ മുറുകെ പിടിക്കണേ എന്ന്. സാധാരണ കേട്ട് ശീലമുള്ള ആയത്താണ്, പലർക്കും അർത്ഥവും അറിയാം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ധാരാളമായി കേട്ട ആയത്താണ്. പക്ഷെ ഗൗരവം അറിഞ്ഞുകൂടാ. ബർക്കത്തിന് വേണ്ടി ഓതാന്നാ വിചാരിക്കുന്നത്. അല്ല, ഇവിടെ അല്ലാഹു പറയുന്ന ആരോടാ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു,
നരകമുണ്ട്, സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ കിതാബിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്ന് പറഞ്ഞ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കൾ ഇരിക്കുന്ന കൂട്ടത്തിലേക്കാണ് ഈ ആയത്തിറക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ തഖ്വയെ മുറുകെ പിടിക്കണേ, ഹഖ്ഖ തുഖാതിഹി, അതിന്റെ ശരിയായ രൂപത്തിൽ, അതിനർഹതപ്പെട്ട രൂപത്തിൽ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ജീവിതം അത് ശരിയായ രൂപത്തിലായാൽ മാത്രമേ ഈ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടുകയുള്ളൂ. ജീവിതം എങ്ങനെയെല്ലാമായി മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടിയാൽ ആ സമയത്ത് ഇസ്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. നമുക്കറിയാം എത്രയോ ആളുകൾ ആദ്യകാലം നല്ല കാലമായിരിക്കും, പിന്നീടെല്ലാം മട്ടിമറിഞ്ഞ് ദൈവനിഷേധിയായി അള്ളാഹുവിനെ തള്ളി പറയുന്ന, സുന്നത്തിനെ തള്ളി പറയുന്ന അവസ്ഥയിൽ മരണപ്പെട്ടു പോയ ആളുകൾ എത്രയോ നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ഓർമ്മയിൽ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും കേട്ട് ശീലമുള്ള സംഭവം ഉണ്ടാവും. അതെ, അവസാനം നന്നാവണം. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടണം. മരണം നല്ല അവസ്ഥയിലാണെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു അവന്റെ ഖുർആൻ വ്യക്തമാക്കി, വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം. ഇവിടെയുള്ള പല വിജയങ്ങളും ഉണ്ടാവും, ഭൗതികമായ പല വിജയങ്ങളുണ്ടാവും. പഠനകാലത്തുണ്ടാകുന്ന പരീക്ഷയിൽ, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും രംഗത്തുള്ള പരീക്ഷയിൽ, ജോലി അന്വേഷിക്കുമ്പോൾ, തൊഴിലന്വേഷണ സമയത്ത് പരീക്ഷയിൽ വിജയിക്കുന്നവരുണ്ടാവും, പരാജയപ്പെടുന്നവരുണ്ടാവും. അതൊന്നുമല്ല യഥാർത്ഥ വിജയം, അതൊന്നുമല്ല യഥാർത്ഥ പരാജയം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് കിട്ടുന്ന, തഖ്വ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വിജയമാണ് യഥാർത്ഥ വിജയം. അതാണ് യഥാർത്ഥ വിജയം. അവസാന സമയത്തുണ്ടാകുന്ന, മരണസമയത്തുണ്ടാകുന്ന പരാജയമാണ് യഥാർത്ഥ പരാജയം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. എന്താ അല്ലാഹു ആദ്യം പറയുന്നത്? സത്യവിശ്വാസികളെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അടിയുറച്ച വിശ്വാസമുണ്ട് നിങ്ങൾക്ക്. പരലോകത്തില്, സ്വർഗത്തില്, ഖബർ ജീവിതത്തില് എല്ലാം ഉണ്ട്. അള്ളാഹുവിന്റെ വിശ്വാസം, മലക്കുകളിലെ വിശ്വാസം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇത്തഖുല്ലാഹ, നിങ്ങൾ തഖ്വയെ മുറുകെ പിടിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതിഹി, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ. എങ്കിലേ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അഥവാ ഇത് സൂക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുസ്ലിമായിട്ട് മരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നാം ഒക്കെ മനസ്സിലാക്കേണ്ട പ്രത്യേക കാര്യമുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ശേഖരിക്കുന്നവരാണ്, ഒരുങ്ങുന്നവരാണ്, അല്ലേ? ജീവിതകാലത്ത്, ഭാവിയിൽ വയ്യാതാകുമ്പോൾ, സുഖമില്ലാതെ ആകുമ്പോൾ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം നാം ഒരുക്കുന്നവരാണ്. ഒരു യാത്രയിൽ എന്തെല്ലാം ഒരുക്കുന്നവരാ. ഒരു 10 ദിവസത്തെ യാത്ര വേണ്ട, ഒരു 3 ദിവസത്തെ യാത്ര. ആ യാത്രയിൽ നമ്മുടെ ബാഗേജിൽ എന്തെല്ലാം നമ്മൾ ഒരുക്കും. ആ യാത്രയിൽ ആവശ്യമായ സാധനങ്ങൾ, ആ യാത്ര മാറ്റാനുള്ള തുണികൾ, വസ്ത്രങ്ങൾ, ബ്രഷ് ചെയ്യാനുള്ള ബ്രഷ് എല്ലാം ഒരുക്കുന്നവരാണ്. അതുപോലെ തന്നെ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് വെറും 3 ദിവസത്തെ യാത്രക്ക് വേണ്ടിയിട്ട്. അള്ളാഹു പറയുന്നു, എന്നാൽ പരലോകത്തേക്കുള്ള യാത്രയുണ്ട്. ആ യാത്രയിൽ പ്രത്യേകിച്ചും നിങ്ങൾ ഒരുക്കേണ്ടത് എന്താ? വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദ്, വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. നിങ്ങൾ യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കണം. യഥാർത്ഥത്തിൽ ഈ ആയത്ത് പറയുന്ന ആരോടാ? ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളോടാ പറയുന്നത്. നിങ്ങൾ ആ യാത്രക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഒരുക്കണം. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, മറ്റെന്തെല്ലാം സൗകര്യങ്ങളും ആവശ്യങ്ങളുമുണ്ടോ അത് നിങ്ങൾ ഒരുക്കിയേ പറ്റൂ. അവിടെ ചെന്നിട്ട് നിങ്ങൾ അന്യരെ ആശ്രയിക്കേണ്ട അവസ്ഥ വരരുത്.
അവിടെ ചെന്നിട്ട് നിങ്ങൾ പട്ടിണി കിടക്കുന്ന അവസ്ഥയുണ്ടാവരുത്. ഭംഗിയായി മനസ്സമാധാനത്തോടെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹു അവിടെ പറയുന്നത് വതസവ്വദു, നിങ്ങൾ യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങണം. പക്ഷേ അള്ളാഹു അവസാനം പറയുക, ഈ യാത്രയിലെല്ലാം ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുക്കം എന്താ? ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ഓരോ ആളുകളും തൻ്റെ യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ ഒരുക്കത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തഖ്വയാണ്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? സാധാരണ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര പോകട്ടെ, ഹജ്ജിന് വേണ്ടിയോ ഉംറയ്ക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒരു മതപരമായ സമ്മേളനങ്ങൾക്ക് വേണ്ടിയോ പുറപ്പെടുമ്പോൾ പോലും നമുക്ക് ആവശ്യമായ ഓരോ സാധനങ്ങളും എല്ലാം തയ്യാറായില്ലേ? ഭാര്യയോട് മകളോട് ചോദിക്കും, മോളെ എല്ലാം എടുത്തു വെച്ചോ എന്നിട്ട് വീണ്ടും ചോദിക്കും, അല്ല നിങ്ങൾ ആ സാധനം എടുത്തോ, മരുന്നെടുത്തോ എന്ന് ചോദിക്കും ഭാര്യ. പക്ഷേ യാത്രയിൽ, ഏത് യാത്രയാണെങ്കിലും പ്രത്യേകിച്ചും നമ്മൾ കരുതേണ്ട, ഒരുക്കേണ്ട, മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് തഖ്വ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്ക് ഒരുങ്ങുമ്പോൾ പഠിപ്പിച്ച ദുആയുണ്ട്. യാത്രക്ക് പോകുന്ന ആളോട്, യാത്ര അയക്കുന്ന ആള്, വീട്ടിൽ നിന്നും മകൻ ഗൾഫിലേക്ക് പോവുകയാണ്, മറ്റേതെങ്കിലും ജോലിക്ക് വേണ്ടി ബംബയിലേക്ക് പോവുകയാണ്, ആ സമയത്തെല്ലാം ചെയ്യുന്ന ദുആ എന്താ? കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അൽ ഫാത്തിഹയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദുആയുണ്ട്. അതാണ് ചെയ്യേണ്ടത്. എന്താ? അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതീമ അമലിക്. അറിയാം നമുക്ക് പലരും. എന്താ? യാത്രക്ക് പോകുന്ന ആളുടെ കൈപിടിച്ച് ഈ യാത്ര അയക്കുന്ന ആള് പറയുകയാണ്, അസ്തൗദിഉല്ലാഹ ദീനക, നിന്റെ ദീനിനെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്, വഅമാനതക, നിന്റെ അമാനത്തും. അത് ഈ ബോധമുണ്ടാവാറില്ല പല ആളുകൾക്കും. വാപ്പയും അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരൊക്കെ കൂടിയിട്ട് ഉള്ള സ്വത്ത് വിറ്റ് ഈ മകനെ പറഞ്ഞേക്കും. എന്തിന്? ഗൾഫിൽ പോയി സമ്പാദിക്കാൻ. എന്നിട്ട് അവൻ നാട്ടിലേക്ക് പണം അയച്ച് ഈ ഉപ്പയെയും ഉമ്മയെയും നോക്കണം. വാപ്പക്ക് ആവതില്ല, ആ വാപ്പക്ക് ആരോഗ്യമില്ല, ഉള്ളത് വിറ്റ് പെറുക്കി ചില സമയങ്ങളിൽ പണയം വെച്ച് മകനെ പറഞ്ഞയക്കുകയാ. പക്ഷേ മകന് ബോധമുണ്ടാവാറില്ല പല ആളുകൾക്കും. അവിടെ ചെന്ന് അവൻ അടിച്ചു പൊളിക്കും. തലങ്ങും വലങ്ങും നടന്ന് കുറെ കാലം കഴിഞ്ഞ് ഉള്ള കടത്തിൻ്റെ മുകളിൽ അവിടെയും കടമാക്കി തിരിച്ചു വരുന്ന സ്വഭാവം ഉണ്ടാവാറുണ്ട്. എന്താ കാരണം? വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അമാനത്തിനെ കുറിച്ചുള്ള ബോധമില്ല. എന്തിനാ വാപ്പ പറഞ്ഞയച്ചത്? പ്രിയമുള്ളവരെ, ഇത്തരം സുന്നത്തുകൾ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയാൽ അത് അർത്ഥവും അതിൻ്റെ ആശയവും ഉൾക്കൊണ്ടുകൊണ്ടാണ് എങ്കിൽ എന്തുമാത്രം മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാവാറില്ല. കാരണം ആ സുന്നത്തിൻ്റെ സ്ഥാനത്തും ബിദ്അത്തുകളാണ് നമ്മൾ ചെയ്യാറ്. ഇസ്ലാം നമുക്കറിയാം പ്രായോഗികമാണ്. ഏതൊരു പ്രാർത്ഥനയാണെങ്കിലും, ഏതൊരു ഇടപാടാണെങ്കിലും, ഏതൊരു ദുആയാണെങ്കിലും എല്ലാം പ്രായോഗികമാണ്. ഈ യാത്രക്ക് പോകുന്ന ആളോട് പറയുന്നു, അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതീമ അമലിക്. എല്ലാം അമാനത്തിനെയും നിന്റെ ദീനിനെയും നിന്റെ കർമ്മങ്ങളുടെ അന്ത്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ യാത്രക്ക് ഒരുങ്ങുന്ന ആളുടെ മനസ്സിൽ ഒരു പേടിയുണ്ടാവും. ഈ യാത്രയിലും ഞാൻ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ചെയ്യാനുള്ള സൽക്കർമ്മങ്ങൾ അത് കൂടുതലായി ആ യാത്രയിൽ പുലർത്തണം. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ആളുകൾ കാണാനുണ്ടാകും, ആളുകൾ വീക്ഷിക്കാനുണ്ടാകും. നാട്ടിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അന്യനാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മെ പരിചയമുള്ള ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്ത് തോന്നിവാസവുമാവാം. അതുവരെ പുറത്തെ പല നല്ല കാര്യങ്ങളും ചെയ്യാതിരിക്കാം എന്ന തോന്നലുണ്ടാകുന്നത് ഈ അമാനത്തിൻ്റെ ബോധമില്ലാത്തതിൻ്റെ പേരിലാണ്. ഇത് വാപ്പ പറയുമ്പോൾ, കൂട്ടുകാർ പറയുമ്പോൾ, ജ്യേഷ്ഠൻ പറയുമ്പോൾ, ഭാര്യ പറയുമ്പോൾ, മക്കൾ പറയുമ്പോൾ, ഇതാ ദീനിൻ്റെ കാര്യത്തിന്, അമാനത്തിൻ്റെ കാര്യത്തിന്, ഓരോ കർമ്മങ്ങളുടെയും അന്ത്യത്തിൻ്റെ കാര്യത്തിൽ പടച്ചവനെ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ പേടിയുണ്ടാകും. തിരിച്ചു പറയുന്നത് എന്താ? അസ്തൗദിഉകുമുല്ലാഹ അല്ലദീ ലാ തദീഉ വദാഇഉ.
ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലൊരു നിലക്കും വീഴ്ച വരുത്താത്ത റബ്ബിനെ നിങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു പോവുകയാ. മകൻ പോകുമ്പോൾ, ഭർത്താവ് പോകുമ്പോൾ വീട്ടിൽ ബേജാറുണ്ടാവും, ആശങ്കയുണ്ടാകും. ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താവും? പേടിക്കേണ്ട മക്കളെ. എത്ര ഗൗരവമുള്ള ദുആയാണ്. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ വീഴ്ച വരുത്താത്ത റബ്ബിനെ നിങ്ങളെ കാര്യം ഞാൻ ഏൽപ്പിച്ചു പോവുകയാണ്. ഞാനിത് പറഞ്ഞത് യാത്രയൊക്കെ കാര്യമായും സൂക്ഷിക്കേണ്ട മറ്റെല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങുമ്പോൾ തഖ്വ എന്ന് പറയുന്ന കാര്യത്തിൽ ആ തഖ്വ എടുക്കാൻ, അഥവാ തഖ്വ എന്ന് പറയുന്ന ബോധം മനസ്സിൽ യാത്രയിൽ സൂക്ഷിക്കാൻ നമ്മിൽ എത്ര ആളുകൾ ജാഗ്രത പുലർത്താറുണ്ട്? പ്രിയമുള്ളവരെ, അള്ളാഹുവാണ് മനസ്സിലാക്കണം. നമ്മൾ നിസാരമായ വിഷയമല്ല. വതസവ്വദു ഫഇന്ന ഖൈറ الزാദി തഖ്വ. നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ നിങ്ങൾ പല കാര്യങ്ങളും ഒരുങ്ങുന്നു, ഒരുക്കം ആവശ്യമാണ്. പക്ഷേ തഖ്വ എന്ന് പറയുന്ന കാര്യമാണ് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട, സേവ് ചെയ്യേണ്ട മൂല്യമെന്ന് അല്ലാഹു ഉണർത്തുകയാണ്. നാമൊക്കെ വസ്ത്രം ധരിക്കുന്നവരാണ്. നമ്മുടെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടി മതബോധത്തിൻ്റെ പേരിലും അല്ലാതെയും അധികം ആളുകളും മതബോധത്തിൻ്റെ പേരിൽ ആയിരിക്കുകയില്ല, നാട്ടിലെ ശീലമായിരിക്കാം. നാം ഒക്കെ വസ്ത്രം ധരിക്കുന്നത് അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. യാ ബനി ആദം, അതാ അള്ളാഹു പറയുന്നു, ഓ മനുഷ്യ, നിങ്ങൾക്ക് നാം നിങ്ങൾക്ക് അവതരിച്ചിരിക്കുന്നു ലിബാസൻ യുവാരി സൗആതികും, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കിയവനാണ്. അള്ളാഹു ആണല്ലോ ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. നാം ഭൂമിയിലെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് നമ്മളെ കയ്യിൽ വസ്ത്രമില്ല, നമ്മളെ കയ്യിൽ പണമില്ല, നമ്മളെ കയ്യിൽ വീടില്ല. പിന്നെയോ അള്ളാഹു നേരത്തെ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് എവിടെയോ അള്ളാഹു കണക്കാക്കിയ ആ ഉടുപ്പുകൾ സുഹൃത്തുക്കളായി, കുടുംബക്കാരായി നമ്മളെ വീട്ടിലേക്ക് ജനിച്ചതേ ഉള്ളൂ. പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അള്ളാഹു ഒരു പ്രയോഗം നോക്കണം. മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും പോകുന്ന കുഞ്ഞിനോട് പറയുന്നു, നീ ഇപ്പോൾ ബേജാറാവണ്ട, നഗ്നയായിട്ടാണ് പോകുന്നത് എങ്കിൽ ബേജാറാവണ്ട, നീ ആശങ്കപ്പെടണ്ട, നിനക്ക് വേണ്ടിയുള്ള വസ്ത്രം ഞാൻ അവിടെ ഇറക്കി വച്ചിരിക്കുന്നു, നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്നു. അങ്ങനെ ഇതാ കുടുംബക്കാർ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇതാ പെങ്ങള് അല്ലെങ്കിൽ സഹോദരി ഇന്നവൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും ആ വസ്ത്രവുമായി നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്, ആ കുഞ്ഞിനടുക്കിലേക്ക്. അതെ, നാം എല്ലാം വസ്ത്രം ധരിക്കുന്നത് ഔറത്ത് മറക്കാൻ വേണ്ടിയിട്ടാണ്. യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടി ആ വസ്ത്രം ധരിക്കുന്നത്. പക്ഷേ അല്ലാഹു പിന്നെ പറഞ്ഞു, വലിബാസു തഖ്വ ദാലിക ഖൈർ, വലിബാസു തഖ്വ ദാലിക ഖൈർ. വീട്ടിൽ നിന്നും മഞ്ഞൾ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ നഗ്നത മറച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പള്ളികളിലേക്ക് പോകുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട അടുത്ത ബോധമാണത്. ആദ്യമായി എന്താ? അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വഅൽബസനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. വസ്ത്രം ധരിക്കുമ്പോൾ ദുആയാണ്, അല്ലാഹുവിനാണ് സ്തുതി. എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രയാസമോ വിഷമമോ ഇല്ലാതെ ഈ വസ്ത്രം നമ്മെ ധരിപ്പിച്ചു ആ അല്ലാഹുവിനാണ് സർവസ്തുതികളും. അതിനുശേഷം അള്ളാഹു ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വ എന്ന് പറയുന്ന വസ്ത്രമാണ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ബാഹ്യമായി വസ്ത്രങ്ങളെ കൊണ്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു, മുഖം മറച്ചിരിക്കുന്നു സ്ത്രീകളാണെങ്കിൽ പോലും അവൻ്റെ ഹൃദയത്തിൽ തഖ്വ എന്ന് പറയുന്ന വസ്ത്രമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇദൽ മർഉ ലം യൽബസ് സിയാബൻ മിനത്തുഖാ تجرد عريانا ولو كان كاسيا. إذا المرء لم يلبس ثيابا من التقى تجرد عريانا ولو كان لابسا. എന്താ ولو كان كاسيا? ഒരു മനുഷ്യൻ ഇദൽ മർഉ ലം യൽബസ് സിയാബൻ മിനത്തുഖ, തഖ്വ എന്ന് പറയുന്ന വസ്ത്രം അവൻ ധരിച്ചിട്ടില്ല എങ്കിൽ തദറദ ഉര്യാനൻ, അവൻ നഗ്നനാ. നല്ല അടിപൊളി വസ്ത്രം, മിനുങ്ങുന്ന വസ്ത്രം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പർദ്ദയാവട്ടെ,
അബായാവട്ടെ എല്ലാം മറച്ചിരിക്കുന്നു. പക്ഷേ വലം ലം യൽബസ് മിൻ തുഖ, തഖ്വ എന്ന് പറയുന്ന വസ്ത്രം അവൾ ധരിച്ചില്ല എങ്കിൽ തജറദ ഉരിയാനൻ, അവളാവട്ടെ നഗ്നയാണ് അള്ളാഹുവിന് മുമ്പിൽ. വലൗ കാന കാസിയ, എത്ര നല്ല മനോഹരമായ ഉടുപ്പ് ധരിച്ചിട്ടും പ്രയോജനമില്ല. അതേ പ്രിയമുള്ളവരെ, തഖ്വ അത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ബോധമാണ്. സാധാരണഗതി വെറും ബർക്കത്തിന് വേണ്ടി ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, പ്രിയമുള്ളവർ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഭാവം എന്താ? ഇതെത്ര കേട്ടതാ? ആ രീതിയിലല്ലേ നമ്മുടെ മനസ്സിലുണ്ടോ? എത്ര കാലമായി ഞാനിത് കേൾക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി, ഖുലഫാഉർ റാഷിദുകൾ വഴി, അയിമ്മത്ത് വഴി, അങ്ങനെ പരമ്പരാഗതമായി വന്ന് ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള ഖതീബുമാർ വഴി ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ബോധമുണ്ടോ എത്ര കാലമായി കേൾക്കുന്നു? എൻ്റെ ജീവിതത്തിൽ ഇത് മാറ്റമുണ്ടെന്ന്. കൊച്ചുമകളോട് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, കേൾക്കുന്നില്ല. അതേ കാര്യം വീണ്ടും ആവർത്തിച്ചാൽ നമുക്കുണ്ടാകുന്ന ദേഷ്യവും കോപവും എന്തുമാത്രമാണ്. മകനാണ് മകളാണ് എന്ന മനസ്സ് പോലും മറന്നുപോകും. എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നു? 2 അല്ല 3 അല്ല. നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞാലും പ്രയോഗം എന്താ? 10 പ്രാവശ്യമായി പറയുന്നറിയില്ല. നമ്മൾ ആകെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ ദേഷ്യം കൊണ്ട് ഒരു 10 തവണയായി ഞാൻ പറയുന്നു, നീ കേൾക്കുന്നില്ല. ആ സമയത്ത് ചിന്തിക്കണ്ടയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ, അവൻ്റെ പ്രവാചകൻ വഴി, അവൻ്റെ സഹാബാക്കൾ വഴി, ആ പ്രവാചക സഹാബാക്കൾ വഴി, അടിമകൾ വഴി, അയിമ്മത്ത് വഴി, ഖതീബന്മാർ വഴി നമ്മളെ കേൾപ്പിക്കുന്നു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ തഖ്വയെ മുറുകെ പിടിക്കണേ എന്ന് പറയുമ്പോൾ നമുക്ക് വല്ല ബോധവും? എത്ര കാലമായി സ്വന്തം മകളോട് 2 പ്രാവശ്യം പറഞ്ഞ് അനുസരിക്കാതെ 3ാമതും ആവർത്തിക്കുമ്പോൾ എന്തുമാത്രം ദേഷ്യമാണ് എനിക്കുണ്ടാകുന്നത്, വെറുപ്പാണ് എനിക്കുണ്ടാകുന്നത്. എങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനെത്ര അനുസരണ കെട്ടവനാ എന്ന ബോധം നമുക്ക് വേണ്ടേ? അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദാസമയവും അധികമായും ദുആ ചെയ്യാറുണ്ടായ ദുആയായിരുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. പഠിച്ചിരിക്കേണ്ട ദുആയാണ്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട ദുആയാണ്. അതിൽ പ്രധാനമായും ചോദിക്കുന്നത് എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ, അല്ലാഹുവേ ഹിദായത്ത് തരണേ, അല്ലാഹുവേ ഹിദായത്ത് തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ, അല്ലാഹുവേ തഖ്വ നൽകണേ എന്ന് ചോദിക്കുകയാണ്. മറ്റ് സമയങ്ങളിൽ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുന്നത് നമ്മളെ പഠിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹുവേ എൻ്റെ നഫ്സിനെ നീ തഖ്വ നൽകണേ. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അല്ലാഹുവേ എൻ്റെ നഫ്സിനെ, എൻ്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ തഖ്വയിലൂടെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. നമ്മൾ വിചാരിക്കുന്നത് ഭൗതികമായ പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും ഈ തഖ്വയാണ് തടസ്സമെന്ന് പല ആളുകളും തെറ്റിദ്ധരിക്കുന്നു. നഊദു ബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുർആൻ എന്താ പറയുന്നത്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു من حيث لا يحتسب ومن يتق الله ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവൻ, ആരാണ് തഖ്വയെ മുറുകെ പിടിക്കുന്നവൻ? എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. എല്ലാ കുടുക്കുകളും അഴിയാനത് അവസരമാണ്. അവൻ പ്രതീക്ഷിക്കാതെ, അവൻ പോലും കണക്ക് കൂട്ടാതെ തഖ്വ ഉള്ള ആളുകളാണ് എങ്കിൽ അവൻ അല്ലാഹു റിസ്ക് നൽകുന്നതാണ്. നമ്മൾ റിസ്ക് നൽകാൻ വേണ്ടി
തഖ്വയെ മാറ്റിവെക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും ഈ റിസ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ തഖ്വ മാറ്റിവെക്കുന്നത്. ആ ഒരു ലാഭം കിട്ടണമെങ്കിൽ, ആ ഒരു കച്ചവടം നടക്കണമെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലേ പറ്റുകയുള്ളൂ. നമ്മുടെ ധാരണ അതാ. എന്നിട്ടോ അധികം ആൾ വിചാരിക്കുന്നത് പള്ളിക്കൊരു 500 1000 കൊടുത്താൽ, യതീം മക്കൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അതങ്ങ് പരിഹരിക്കപ്പെടുന്ന ഒരിക്കലുമില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്ന ആരിൽ നിന്നാ? അല്ലാഹു സ്വീകരിക്കുന്ന ആരിൽ നിന്നാ? മിനൽ മുത്തഖീൻ. തഖ്വ ഉള്ള ആളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ആളെ റബ്ബ് ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രധാനമാണ് മിൻ ഐന ഇക്തസബഹു വ ഫീമ അൻഫഖ വ അൻ മാലിഹി. സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബ, എവിടുന്നാ സമ്പാദിച്ചത്? വ ഫീമ അൻഫഖ, എങ്ങനെയാ ചെലവഴിച്ചത്? എങ്ങനെ ചെലവഴിച്ചത് മാത്രമല്ല ചോദിക്കുക, എവിടെ നിന്ന് കിട്ടി 1 രൂപയാണെങ്കിലും. വ ഫീമ അൻഫഖ, ഇത് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കാതെ ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെ കാല് നിന്നേടത്തുനിന്ന് അതിന് ഉത്തരം പറയാതെ അനങ്ങാൻ സമ്മതിക്കൂല. പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, അതിന് കൃത്യമായ ഉത്തരം നൽകിയാലേ അവിടുന്ന് വിടുകയുള്ളൂ. ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെ 2 കാലും അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ കാല് അനക്കാൻ അനുവദിക്കുകയില്ല. ഹത്താ യുസ്അല അൻ 40, 4 കാര്യങ്ങൾക്ക് ചോദ്യത്തിന് 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകാതെ. അക്കൂട്ടത്തിൽ പറഞ്ഞതാ വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ, തൻ്റെ ധനം ഏത് മാർഗത്തിൽ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു. അതെ, അധികം ആളുകൾ വിചാരിക്കുന്ന ആ ധാരണ തിരുത്തണം. എങ്ങനെയെങ്കിലും സമ്പാദിക്കുക, എന്നിട്ട് പള്ളിക്ക് കൊടുക്കുക, എന്നിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അതെ, റിസ്ക് കിട്ടണോ, ബർക്കത്ത് കിട്ടണോ, അതേപോലെ തന്നെ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണോ. നമ്മുടെ പല പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അള്ളാഹുവിനെ മറന്നു പോകുന്നത്. പ്രശ്നം വരുമ്പോൾ നമ്മളാകെ ആശങ്കപ്പെടും, നമ്മളാകെ അങ്കരാപ്പിലാവും, നെട്ടോട്ടമോടും, തഖ്വ മാറ്റിവെക്കും. ഇല്ല ഇല്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആര് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, ആര് തഖ്വയെ മുറുകെ പിടിക്കുന്നുവോ, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു എല്ലാ പ്രശ്നങ്ങൾക്കും, മഖ്റജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുറത്തേക്കുള്ള വഴിയാണ്. പുറത്തേക്കുള്ള വഴി സാധാരണഗതിയിൽ വിദേശ അറബി രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, എന്തെങ്കിലും തീപിടുത്തമോ അപകടമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബോർഡ് ഉണ്ടാവും, ഒരു വാതിൽ, മഖ്റജ്, പെട്ടെന്ന് പുറത്തേക്ക് ചാടാനുള്ള വഴിയാണ്, പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. എന്താ? ഇതേപോലെ യജ്അൽ ലഹു മഖ്റജ, അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അള്ളാഹു അവന് പോലും കണക്ക് കൂട്ടാതെ. നമ്മൾ ചില ആളുകളെ പറ്റി വിചാരിക്കാറുണ്ടല്ലോ, നമ്മൾ ഈ പണത്തിന് വേണ്ടി, പൈസക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നു. ചില ആളുകൾ വലിയ വലിയ ഒരു സങ്കല്പങ്ങളും അവർക്കില്ല, വലിയ വലിയ ജീവിതവും അവർക്കില്ല. എന്നാൽ അൽഹംദുലില്ലാ അവർ പള്ളിയിൽ വരുന്നവരാണ്, ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ്. അവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് പോകുന്നത് നമ്മളെ ദൃഷ്ടിയിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതാണ് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവർ പോലും, ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ മകളുടെ കല്യാണം ഞാൻ കുറേ കാലമായി ആകെ ബേജാറായതാ, എങ്ങനെ കഴിഞ്ഞു എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അൽഹംദുലില്ലാ വളരെ ഭംഗിയായി നടന്നുപോയി എന്ന് എത്ര ആളുകൾ പറയാറുണ്ട്. അപ്പോഴെങ്കിലും ഓർക്കണ്ടേ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ്റെ തഖ്വയാണ് അതിന് കാരണമെന്ന്. ആ തഖ്വ ഞാനും ഉൾക്കൊണ്ടാൽ എനിക്കും എൻ്റെ കാര്യങ്ങളും അല്ലാഹു ഞാനറിയാതെ നടത്തിത്തരുമെന്ന വിശ്വാസവും ബോധവുമല്ലേ ആ സമയത്ത് നമുക്ക് വേണ്ടത്. അതെ, അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ഗാഫില, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്തിൽ? യതീക ബിൽ അർസാഖി, യതീക ബിൽ അർസാഖി മിൻ ഹൈസു ലാ തദ്രി. ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് പാടി, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നീ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ, ഈ ആയത്തിന് അടിസ്ഥാനം പറഞ്ഞതാ, നിനക്ക് റിസ്കുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. മാത്രവുമല്ല, പല കാര്യങ്ങളും എളുപ്പമാവാൻ വേണ്ടി, എളുപ്പമാവാനുള്ള മാർഗം എന്താ? പല ആവശ്യങ്ങളുമുണ്ട്, കച്ചവടമുണ്ട്.
അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്. എക്സാം എളുപ്പമാവണം, ആ ജോലിക്ക് വേണ്ടിയാവട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാവട്ടെ. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എളുപ്പമാവാൻ ആഗ്രഹം നമുക്കുണ്ടാവും, സ്വാഭാവികമാ. പക്ഷെ നാം ഏത് മാർഗമാണ് സ്വീകരിക്കല്? ഏത് മാർഗമാണ് സ്വീകരിക്കല്? വീടിൻ്റെ പണി പൂർത്തിയാവണം. അപ്പോൾ പൂർത്തിയാവാനുള്ള മാർഗം എന്താ? ഹറാമായ വഴിയിലൂടെ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുക. എല്ലാം തീർന്നു. പിന്നെ അവിടെ മുതൽ തുടങ്ങുകയാണ് മരിക്കുന്നത് വരെ ആ മനുഷ്യന് സമാധാനം ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, അള്ളാഹു എന്താ പറഞ്ഞത്? ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. എളുപ്പമാക്കേണ്ടവൻ ആരാ? അള്ളാഹു എളുപ്പമാക്കി തരാനുള്ള മാർഗങ്ങളെ നാം കഷ്ടപ്പെടുത്തുകയാണ്. നാം അത് കൂടുതൽ ഭാരമാക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന പണിയാ. എന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞു, ലോൺ എടുത്തു, ആൾക്കാരെ പറ്റിച്ച് പണമുണ്ടാക്കി, എന്നിട്ട് വീടിന് പണി തീർന്നില്ല. അവസാനം താടിക്ക് കൈ കൊടുത്ത് പറയൂ, എന്ത് പടച്ചു എന്നെ നോക്കിയില്ല. അപ്പുറത്ത് നോക്കിയിട്ട് അവൻ അള്ളാഹു സഹായിച്ചല്ലോ, ഇവൻ അള്ളാഹു സഹായിച്ചല്ലോ, ഞാനെന്ത് കുറ്റാ ചെയ്തത്? അവസാനം ഒരു പാവം ഒരു കുറ്റവും ചെയ്തില്ല. ഞാനെന്ത് കുറ്റാ ചെയ്തത്? അവൻ നിലവിളിക്കും, അവൻ വിലപിക്കും. എന്താ? അള്ളാഹുവിനെ അള്ളാഹ് എന്നെ കാണുന്നില്ലേ? പലപ്പോഴും നമ്മൾ കാണുന്നതാ. അള്ളാഹു എന്നെ നോക്കുന്നില്ലേ? ഞാനും നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറയും. ഞാനും നിസ്കരിക്കുന്നില്ലേ? നമസ്കാരമല്ല. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നമസ്കരിക്കുന്നത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നതല്ല തഖ്വ. വെറും നമസ്കാരമല്ല തഖ്വ. പിന്നെയോ നമസ്കാരം തഖ്വക്ക് വേണ്ടിയിട്ടാ. വെറും നോമ്പല്ല തഖ്വ, പിന്നെയോ നോമ്പ് തഖ്വക്ക് വേണ്ടിയിട്ടാ. ലഅല്ലകും തത്തഖൂൻ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ മുത്തഖികളാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിൽക്കുന്നതല്ല. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അല്ലാഹു സഹായിക്കുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറത്ത് ഹറാമിന്റെ പണിയാ എടുത്തത്, ലോൺ എടുത്തതാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം കിട്ടൂല. മറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്? അള്ളാഹു എളുപ്പമാക്കി തന്ന മാർഗങ്ങളെ നാം തടസ്സം സൃഷ്ടിക്കുകയാണ്. അള്ളാഹു പറയുന്നു, എത്ര ക്ലിയർ ആയിട്ട് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. എന്തിനു പേടിക്കണം? പിന്നെ പ്രിയമുള്ളവരെ, എല്ലാ നിലയിലും രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിന്റെ തഖ്വയെ മുറുകെ പിടിക്കല. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? അള്ളാഹു പറഞ്ഞതാ, നിങ്ങൾക്ക് രക്ഷപ്പെടണോ, നിങ്ങൾക്ക് വിജയം, നിങ്ങളുടെ ഏത് കാര്യത്തിലും വിജയം പ്രാപിക്കണോ, സക്സസ്ഫുൾ ആവണോ, ലഅല്ലകും തുഫ്ലിഹൂൻ, സക്സസ്ഫുൾ ആവണോ, ഇത്തഖുല്ലാഹ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ, എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ. ആരുടെ കൂടെ? അള്ളാഹു തഖ്വ ഉള്ളവരുടെ കൂടെയാണ്. അള്ളാഹു വ്യക്തമാക്കി. അള്ളാഹുവിന് മഹബ്ബത്ത് സമ്പാദിക്കണമോ, അള്ളാഹുവിന് ഇഷ്ടം സമ്പാദിക്കണമോ? തഖ്വയെ മുറുകെ പിടിക്കലാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. മുത്തഖികളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. പിന്നെന്താ വേണ്ടത്? അവസാനം നമുക്ക് രക്ഷ കിട്ടണോ? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖികൾക്ക് മാത്രമാണ് അന്തിമ വിജയം ഉണ്ടാകുന്നത്. ഇതും അള്ളാഹു വ്യക്തമാക്കി. അതെ, ചുരുക്കത്തിൽ ഒരു നിസ്സാരമായ വിഷയമല്ല. ഈ നമസ്കാരത്തിലൂടെ, ഈ ഖുതുബയിലൂടെ, ഈ ഖുർആൻ ക്ലാസ്സിലൂടെ, ഹദീസ് ക്ലാസ്സിലൂടെ നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ് ഖുതുബ. പരിശോധിക്കണം, ആത്മപരിശോധന നടത്തണം. ഞാനും നിങ്ങളും ഈ തഖ്വയോടെ വർഷങ്ങളോളം ഗൾഫിൽ പോയി സമ്പാദിച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയില്ലേ, കുറെ കാലം ഗൾഫിൽ നിന്ന് അവൻ എന്താ സമ്പാദിച്ചേ ചോദിക്കൂലേ? ഇതേപോലെ എത്ര കാലമായി
എല്ലാം ഒന്നല്ല, തഖ്വയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ തഖ്വയില്ല. അതെത്തുമ്പോൾ നമ്മൾ പരാജിതരായി പോകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയും നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഖുർആനും ഹദീസും നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അല്ലേ? എത്ര കാലമായി ഖുർആൻ കേൾക്കുന്നു. ആ ഖുർആൻ മൗഇദയാണ്, ഉപദേശമാണ്. ആ ഉപദേശം എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്? തഖ്വയില്ല. ഹാദാ ബയാനുൻ ലിന്നാസ് വഹുദൻ വമൗഇദ. ഈ ഖുർആൻ ജനങ്ങൾക്ക് മുഴുവനുമുള്ള ഉപദേശമാണ്, ജനങ്ങൾക്ക് മുഴുവൻ പ്രസംഗമാണ്, ബയാനാണ്, വളരെ വിശദീകരിച്ച് പറയുന്ന കാര്യങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. വഹുദൻ വമൗഇദ, ഇത് ഹിദായത്താണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ഉപദേശമാണ്. ആർക്ക്? ലിൽമുത്തഖീൻ, തഖ്വ ഉള്ളവർക്ക് മാത്രമേ ഈ ക്ലാസ് കൊണ്ട് പ്രയോജനമുള്ളൂ, ഈ ഖുർആൻ കൊണ്ട് പ്രയോജനമുള്ളൂ, ഈ ഖുത്ബ കൊണ്ട് പ്രയോജനമുള്ളൂ, ഈ ഖുത്ബ കൊണ്ട് പ്രയോജനമുള്ളൂ. ഹാദാ ബയാനുൻ ലിന്നാസ് വഹുദൻ വമൗഇദത്തുൻ ലിൽമുത്തഖീൻ. കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മയെല്ലാം എല്ലാ നിലയിലും അനുഗ്രഹിച്ച് എല്ലാവിധ പ്രയാസങ്ങളിലും ദൂരീകരിക്കുകയും റിസ്കിൻ്റെ വാതിലുകൾ, റഹ്മത്തിൻ്റെ വാതിലുകൾ നമുക്കെല്ലാം തുറന്നു തരുമാറാവട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين محمد وعلى آله وصحبه أجمعين. أما بعد اتقوا الله حق تقاته. അള്ളാഹുവിൻ്റെ തഖ്വയെ മുറുകെ പിടിക്കണമെന്ന് വീണ്ടും എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തഖികളെ കൂടി തമ്മിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ള വിഷയം അവസാനമായി എല്ലാ ഖതീബുമാർക്കും പറയേണ്ട ഒരു അവസ്ഥയാണ്. പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടി സഹായിക്കണമെന്ന് ഏത് പള്ളിയിൽ ചെന്നാലും പള്ളി ഭാരവാഹികൾക്ക് ഖതീബിനെ കണ്ട് സന്ദർശിച്ച് ലോക്യം പറഞ്ഞ് സലാം പറഞ്ഞ് പ്രധാനമായി പിന്നെ ഒരു കാര്യം അത് കേൾക്കുമ്പോഴേ അറിയാം. ഞാൻ തഖ്വയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഏത് ഖുത്ബ തുടങ്ങുമ്പോൾ തഖ്വയെക്കുറിച്ച് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും പറയാനുണ്ടാവും. ഒരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് അപ്പം അറിയാം ഇത് പിരിവാണെന്ന് അല്ലെങ്കിൽ സഹായമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പറയാൻ നിർബന്ധിതരാവുകയാണ്. ഖതീബുമാരാണെങ്കിലും പള്ളി ഭാരവാഹികളാണെങ്കിലും പറയാൻ നിർബന്ധിതരാവുകയാണ്. യഥാർത്ഥത്തിൽ അവസ്ഥകൾ നാട്ടുകാരും പള്ളിയിൽ വരുന്നവരും അന്വേഷിച്ച് എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തി ചെയ്യുകയാണെങ്കിൽ ഒരു അവസ്ഥയില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? അവർ നമ്മളോടും ഞങ്ങൾ നിങ്ങളോട് പറയാൻ നിർബന്ധിതരാവുകയാണ്. എൻ്റെ ഒരു ഉപദേശം അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച പറയേണ്ട ഒരു അവസ്ഥ നാട്ടുകാരുണ്ടാക്കരുത്. നാട്ടുകാരുണ്ടാക്കാതെ എല്ലാവരും അപ്പോൾ തന്നെ ആഴ്ചകളാണെങ്കിലും മാസങ്ങളായിട്ടും പള്ളിക്ക് വേണ്ടി ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാവുന്ന കാര്യങ്ങളാണ് സദഖയാണ്, ജാരിയായ സദഖ, മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം സാന്ദർഭങ്ങൾ ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ നാട്ടുകാരൊക്കെ എല്ലാ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഉണർത്താതെ ഏത് സത്യം പറഞ്ഞാൽ യാചിക്കണമല്ലോ, പള്ളിക്ക് സഹായിക്കും എന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥ ഇല്ലാതാക്കൽ നാട്ടുകാരുടെ കടമയാണ്, അത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാത്ത പറയാത്ത ഉണർത്താതെ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്ന ഭംഗിയായി നടന്നു പോകുന്ന നമ്മളാരെയും അന്വേഷിക്കാറുണ്ടോ? ഞാനാവട്ടെ നിങ്ങളാവട്ടെ നമ്മുടെ മഹല്ലിൽ ഈ മാസത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നോ? എന്തെങ്കിലും പോരായ്മയുണ്ടോ? അത് എൻ്റെ ഒരു കടമയാണല്ലോ എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ടോ ആരെങ്കിലും? അള്ളാഹുവിൻ്റെ ഭവനമാണ്, അള്ളാഹു നമ്മളെ കുട്ടികൾ പഠിക്കുന്നത് മദ്രസയാണ്. എന്ത് വന്നാലും ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് അതിനല്ലേ എന്ന് മനസ്സിലാക്കി ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ആ ഒരു ചിന്ത തഖ്വയുടെ ഭാഗമായി വരേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ അന്വേഷിക്കുക നമ്മളെ മഹല്ലിൽ. ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥ വരരുത്, അങ്ങോട്ട് നമ്മൾ കൊടുത്തിട്ട് ബാക്കി വരുന്ന അവസ്ഥ വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികളൊക്കെ അള്ളാഹു നമ്മിലൂടെ ഉണ്ടാക്കി തരുമാറാവട്ടെ. പക്ഷേ ഉണർത്താതെ വഴിയില്ല, അതുകൊണ്ട് ഉണർത്തുകയാണ്. കാര്യമായി നമ്മൾ സഹായിക്കുക. ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ അങ്ങോട്ട് പറയാതെ തന്നെ ഈ പള്ളി ഭാരവാഹികൾക്ക് നടന്നു പോകാൻ അവസ്ഥ ഉണ്ടായാൽ അൽഹംദുലില്ലാ, അത് വലിയ മാതൃകയായിരിക്കും, വലിയ മാതൃകയായിരിക്കും. അങ്ങനെയുള്ള പള്ളി ഇല്ലാന്ന് വിചാരിക്കരുത്. എത്രയോ പള്ളികൾ അങ്ങനെ ഉണ്ട്. അതായത് മിച്ചം വരുന്ന പള്ളികളുണ്ട്. ആ നാട്ടുകാരുടെ മഹിമയാണ്. നിങ്ങൾ മോശപ്പെടുത്തി പറയല്ലോ കേട്ടോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
അന്താക്കി പറയുക, പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ടായിരിക്കും. അങ്ങനെ അവസ്ഥ വേണം. എല്ലാ വെള്ളിയാഴ്ച ഖതീബിന് ഈ ഒരു പക്ഷേ അതിനു മുമ്പ് പറഞ്ഞ വിഷയത്തിന് ഗൗരവം മൊത്തം പൊളിഞ്ഞു പോകും. മാത്രവുമല്ല പള്ളി ഭാരവാഹികൾ ഈ കാര്യം ആദ്യമേ പറയും. പറയാതെ പോയാലോ, മറന്നുപോയാൽ അത് പരാതിയായി. നിങ്ങളെല്ലാം അത് പറഞ്ഞില്ല നമ്മൾ ഫോൺ ചെയ്യും ബൈക്കിൽ നിന്ന്, എന്താ പറയാൻ ബില്ലിൻ്റെ കാര്യം സ്വാഭാവികമാണ്. അപ്പം ഏറ്റവും നല്ല സ്വസ്ഥമായ കൊത്തുവാർത്താനുള്ള മാർഗം ഈ ഒരു വിഷയം പറയാതിരിക്കാനുള്ള അവസരം നാട്ടുകാരുണ്ടാക്കാതിരിക്കലാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എനിക്ക് നേരത്തെ പരിചയമുള്ള നാടാണ്, പ്രദേശമാണ്, നല്ല ജനങ്ങൾ എനിക്കറിയാം. പക്ഷെ ഒന്നും കൂടി നന്നാവാൻ വേണ്ടി, കൂടുതൽ ഉഷാറാവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഉപദേശിച്ചു എന്ന് മാത്രം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ കാര്യങ്ങളും, ദീൻ്റെ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ അവിടെ എല്ലാം അങ്ങോട്ട് അന്വേഷിച്ച്, ഭാര്യമാരുടെ കാര്യങ്ങൾ, ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ, ഭാര്യമാർ അങ്ങോട്ട് തേടി കണ്ടെത്തി ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് ജീവിതം വളരെ ഭാസുരമായി സന്തോഷകരമായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തഖ്വയുടെ പ്രാധാന്യം മനസ്സിലാക്കി, ആ തഖ്വയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി, ആ തഖ്വ ഉൾക്കൊണ്ട് മുത്തഖിയായി മുഅ്മിനായി മരിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു കാര്യം, സലഫി മസ്ജിദല്ലേ, ഇബ്രാഹിം ഖലീൽ മസ്ജിദാണ് കേൾക്കുന്നത്, മറന്നു എഴുതുന്നത്. സലഫി സെൻ്ററിലെ ഖുർആൻ ലേണിങ്ങിൻ്റെ സമാപന പരിപാടിയാണ്. പിന്നെ ഫംഗ്ഷൻ നടക്കുന്നു. എപ്പം മുതലാണ്? അസറിന് ശേഷം ഇഷാ വരെയുണ്ട്. എല്ലാവരും പങ്കെടുക്കും, സഹകരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാം വന്നുവിട്ടിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. രോഗമാവട്ടെ, രോഗം വന്ന പേടിയാവട്ടെ. ഏത് ഇപ്പം അങ്ങനെ ആയി പറയാൻ തുടങ്ങി. രോഗം വന്ന് അതും സംഭവമാണല്ലോ. പേടിച്ചാലും മതി. മനുഷ്യൻ നടന്നു പോകുമ്പം ഒരു തവള കുത്തിയാൽ മതി, പാമ്പാന്ന് വിചാരിച്ച് സംഭവം മനുഷ്യൻ മരണപ്പെട്ടു പോകും. ഭീതി വലിയ വിഷയമാണ്, പേടി. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് പേടി. അങ്ങുണ്ടാവാൻ പാടില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നാണ് പറഞ്ഞത്. അള്ളാഹു മുത്തഖികളെ കുറിച്ച് അവർക്ക് പേടിയുണ്ടാവില്ല. തഖ്വയില്ലാത്തവർ പേടിച്ച് എവിടെ ഒന്ന് കോ എന്ന് കേട്ടപ്പോഴേക്കും, കോവിഡ് കേട്ടപ്പോഴേക്കും പേടിച്ചാലും എന്തൊക്കെയായിരുന്നു അല്ലേ. അപ്പോഴേക്കും നമ്മൾ അള്ളാഹുവിനെ ഓർക്കണമായിരുന്നു. ഓർക്കണം. അതെ, അള്ളാഹു എല്ലാ ഭീതിയിൽ നിന്നും എല്ലാവിധ ഭയത്തിൽ നിന്നും നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗത്തിൽ നിന്നും അള്ളാഹു നമ്മയും ലോകത്തെ മുഴുവനും അള്ളാഹു സലാമത്തിലാക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشغل خلقنا بالنار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقم الصلاة.